Next lemma, Fattu's lemma, section 4.8. Statement is, if Fn belongs to m plus, then integral limit infimum Fn with respect to measure mu is less than or equal to limit infimum integral Fn dmu. ഇതാണ് ഫട്ടൂസ് ലെമ്മ. ഇൻ്റഗ്രൽ നേരത്തെ നമ്മൾ ഇൻ്റഗ്രൽ ലിമിറ്റ് എഫ് എൻ ഡി മ്യൂ ഈസ് ഈക്വൾ ടു ലിമിറ്റ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ. അത് നമ്മുടെ മോണോട്ടോൺ കൺവെർജൻസ് തിയറം. ഫട്ടൂസ് ലെമ്മയിൽ എഫ് എൻ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് മെഷറബിൾ ഫങ്ഷൻസ് മാത്രമേ ഉള്ളൂ, ഇൻക്രീസിങ് എന്നില്ല. ദെൻ ഇൻ്റഗ്രൽ ലിമിറ്റ് ഇൻഫിമം എഫ് എൻ ഡി മ്യൂ ഇത് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു പുതിയൊരു ഫംഗ്ഷനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ജി എം എന്ന് പറയുന്നത് ഇൻഫിമം ഓഫ് എഫ് എം പ്ലസ് വൺ എക്സെട്ര, ഇങ്ങനൊരു ഫംഗ്ഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ ജി എൻ എന്ന് പറയുമ്പോഴോ, അപ്പോൾ ഇവിടെ എൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ, വ്യത്യാസമൊന്നുമില്ല. എഫ് എൻ പ്ലസ് വണ്ണ് എക്സെട്ര. അപ്പോൾ ഇവിടെ എം എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഇവിടെ എൻ ആണെങ്കിൽ നമുക്കിതിൽ മനസ്സിലാകുന്നത് ജി എം എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൾ ടു എഫ് എൻ ആണ്. ഇതിൽ നമുക്ക് ക്ലിയർ ആകുന്നത്. ദെൻ നേരത്തെ ഉപയോഗിച്ച ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നമ്മൾ ഇൻ്റഗ്രൽ യൂസ് ചെയ്യും. ഇൻ്റഗ്രൽ ജി എം ഡി മി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ഇൻ്റഗ്രൽ എഫ് എൻ ഡി മി എന്ന് എഴുതി. ദിസ് ഈസ് ഫോർ എവരി എൻ ആയതുകൊണ്ട്, ദിസ് ഈസ് ഫോർ എവരി എം ലെസ് ദാൻ ഓർ ഈക്വൾ ടു എൻ, ദെൻ ക്ലിയർലി ജി എം ഡി മ്യൂ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൾ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്ന് എഴുതാം. ഇത് എല്ലാ എന്നിനും ശരിയായത് കൊണ്ട് അതിൻ്റെ ലിമിറ്റിംഗ് കേസിലും അത് ശരിയായിരിക്കും. അപ്പോൾ ജി എം ലെസ് ദാൻ ഓർ ഈക്വൾ ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ഇത്രയും ആദ്യം ജി എം എഴുതി. ജി എം നമ്മൾ എഴുതി കഴിഞ്ഞു. ഇൻഫിമം ഓഫ് എഫ് എം പ്ലസ് വൺ ആണ്. അപ്പോൾ ജി എം ലെസ് ദാൻ ഓർ എഫ് എൻ എന്ന് കിട്ടി. ദെൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻ്റഗ്രൽ പോസ്റ്റ് ചെയ്തു. ദിസ് ഇസ് ട്രൂ ഫോർ എവരി എൻ ആയതുകൊണ്ട് റൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു എൻ വേരിയബിളാണ്, അപ്പോൾ റൈറ്റിൽ നമ്മൾ ലിമിറ്റ് ഇൻഫിമം പോസ്റ്റ് ചെയ്തു. ഫ്രം ദീസ് ഒബ്സർവേഷൻ വി ക്ലിയർ ദാറ്റ് ദ സീക്വൻസ് ജി എം ഈസ് ഇൻക്രീസിങ് ആൻഡ് കൺവെർജസ് ടു, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഒബ്സർവേഷൻ, ദി സീക്വൻസ് ഇൻക്രീസിങ് ആണ് ആൻഡ് കൺവെർജസ് ടു ലിമിറ്റ് ഇൻഫിമം എഫ് എൻ. അതിൻ്റെ റീസൺ കാരണം ജി എം ഈസ് ഈക്വൾ ടു നമ്മൾ എടുത്തുകൊണ്ടല്ലോ, ജി എം ഈക്വൾ ടു ഇൻഫിമം എഫ് എം പ്ലസ് വൺ എക്സെട്ര. ഇതിൻ്റെ ഇൻഫിമം വാല്യൂ എടുക്കുന്നത്. അപ്പോൾ ജി എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, ഓരോ എഫ് വരും. ഇങ്ങനെയുള്ളതിൻ്റെ ഇൻഫിമം എടുക്കുന്നത് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ജി എം എന്നൊരു ഇൻക്രീസിങ് സീക്വൻസാണ്. അപ്പോൾ ആ സീക്വൻസ് കൺവെർജ് ചെയ്യുന്നത് ലിമിറ്റ് ഇൻഫിമം എഫ് എൻ ആണ് ജി എം എന്ന് പറയുന്നത്. അതിന് ലിമിറ്റിംഗ് കേസാണ് ജി എമ്മിൻ്റെ എന്ത് പറയും, ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജി എം കൺവെർജൻസ് ലിമിറ്റ് ഇൻഫിമം എഫ് എൻ ആയതുകൊണ്ട്, ഇൻക്രീസിങ് ആയതുകൊണ്ട് നമുക്കിവിടെ മോണോട്ടോൺ കൺവെർജൻസ് തിയറം അപ്ലൈ ചെയ്യും. ഇപ്പോൾ മോണോട്ടോൺ കൺവെർജൻസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതി എങ്ങനെയാണ്, എഫ് എൻ കൺവെർജസ് ടു എഫ് ആണെങ്കിൽ ഇൻ്റഗ്രൽ എഫ് ഡി മ്യൂ ഈസ് ഈക്വൾ ടു ലിമിറ്റ് ഇൻ്റഗ്രൽ എഫ് എൻ ഡി മ്യൂ. ഇതാണ് തിയറി. ഇവിടെ ആണെങ്കിൽ ജി എം കൺവെർജസ് ടു ലിമിറ്റ് ഇൻഫിമം എഫ് എൻ, ജി എം കൺവെർജസ് ടു ലിമിറ്റ്
ലിമിറ്റ് here GM converges to limit infimum Fn, therefore integral limit infimum Fn dv ഏതിലേക്കാണ് കൺവേർജ് ചെയ്തത്, അത് വാല്യൂവിൻ്റെ ഇൻ്റൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഇൻ്റഗ്രൽ GM dv ബൈ മോണോട്ടോൺ കൺവർജൻസ് തിയറം. Okay, and this value is less than or equal to limit infimum integral Fn dv. അത് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് 2 സെൻറ്റൻസിൽ ആ കാര്യം നമ്മൾ വ്യക്തമാക്കി. ഈ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം Fn dv. ഹെൻസ് ദി ഫട്ടൂസ് ലെമ്മ. ഓക്കെ, അപ്പോൾ അവിടെ മെയിനായിട്ടുള്ളത് GM ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കൺവെർജ് ചെയ്യുന്ന പോയിൻ്റ് ലിമിറ്റ് ഇൻഫിമം Fn എന്ന് ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. ദെൻ ബൈ യൂസിങ് മോണോട്ടോൺ കൺവെർജൻസ് തിയറം, ഹെൻസ് ദി റിസൾട്ട്. ഓക്കെ.